നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളെ, കൊച്ചി കേന്ദ്രയിൽ നിന്ന്. നമ്മൾ ഇന്ന് പരാമർശിക്കാൻ പോകുന്നത് ദ ന്യൂ കൾച്ചറൽ മൂവ്മെൻ്റ് ആണ്. അതായത് ചൈനീസ് ഹിസ്റ്ററിയിലെ 1911 വാറിന് ശേഷം ആകെ മൊത്തം ഒരു പുതിയ ഒരു സെറ്റപ്പ്, കൾച്ചറൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റിയും അത് 2 ചാപ്റ്റർ, ഇന്ന് 9, 10 അതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ അവിടുത്തെ റിലീജിയൻ എന്ന് പറയുന്നത് കൺഫ്യൂഷ്യാനിസമാണ്. വളരെ വർഷങ്ങളായിട്ട് 10,000-2000 വർഷങ്ങളായിട്ട് അത് തന്നെയാണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ആ കൺഫ്യൂഷ്യൻ തിയോളജി അല്ലെങ്കിൽ ഐഡിയോളജിയിൽ നിന്ന് ചൈനയുടെ വ്യത്യാസമാണ് പുതിയതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ഈ കാലഘട്ടത്തിൽ വിദേശികളുടെ സമ്പർക്കം മൂലം, അത് മാത്രമല്ല അവരൊന്ന് മോഡേണൈസേഷൻ ചെയ്യണം എന്നുള്ള ലെവലിൽ വന്നപ്പോൾ അവിടെ ഒരു എക്സെപ്ഷണലായിട്ട് 2-3 റിലീജിയനാണ്. ഒന്ന് കൺഫ്യൂഷ്യാനിസം, ഒന്ന് ഒരു ടോയോയിസം ആൻഡ് ബുദ്ധിസം. ഇതിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഈ കൾച്ചറൽ ചേഞ്ച് എന്ന്. അതായത് 1911 ശേഷം അല്ലെങ്കിൽ 19th സെഞ്ച്വറിയിൽ ഈ ഒരു റോള് ഇന്റലക്ച്വൽ ആയിട്ടുള്ളവരും സ്റ്റുഡൻസും യൂണിവേഴ്സിറ്റിയും എല്ലാം കൂടെ ഒരു പുതുതായിട്ടുള്ള ഒരു സെറ്റപ്പാണ് അവർ ഉണ്ടാക്കുന്നത്. ഈ സെറ്റപ്പിൽ അല്ലെങ്കിൽ ഈ പുതിയ സെറ്റിങ്ങിൽ കൂടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, പഴയതായിട്ടുള്ള ആൻസിസ്റ്റേഴ്സിന്റെ ആ മാസീവായിട്ടുള്ള ഇൻട്രസ്റ്റ് അതിങ്ങനെ പതുക്കെ ഈ ഡൈനാസ്റ്റിക് സൈക്കിളിൽ കൂടെ മാറി, പിന്നെ ആ ക്വിങ് ഡൈനാസ്റ്റിന്റെ ഒരു വീഴ്ചയും ആ ഡൈനാസ്റ്റി ഡിഫീറ്റ് ആവുന്നതും, അപ്പോൾ ഓരോ ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഓരോ പരമ്പരാഗതമായ രാജഭരണം മാറുമ്പോൾ വേറൊരു രാജഭരണം വരുന്നു. അപ്പോൾ ഈ ചൈനീസിന്റെ വിശ്വാസപ്രകാരം എംപറർ എന്ന് പറയുന്ന ആള്, കിങ് എന്ന് പറയുന്നത് സൺ ഓഫ് ഹെവൻ എന്നാ പറയാ, അല്ലെങ്കിൽ സുപ്രീം റോളർ, മാൻഡേറ്റ് ഹെവൻ, ദൈവപുത്രൻ എന്നുള്ള ലെവലിലാണ് അവരുടെ തോന്നല്. അപ്പൊ ഈ മൊണാർക്കി ഓരോ പ്രാവശ്യം മാറുമ്പോഴും അതിൻ്റെതായ ഇൻസ്ട്രക്ഷണൽ അല്ലെങ്കിൽ അതിൻ്റെതായ വ്യത്യാസങ്ങൾ കാണും. ആ വ്യത്യാസങ്ങൾ എങ്ങനെയാ കാണുന്നത് വെച്ചാൽ, അവരുടെ ഗവേണിംഗ് യൂണിറ്റിയിൽ ഫാമിലിയിൽ കാണും, ജെൻഡറിൽ കാണും, ക്ലാനിൽ കാണും, വില്ലേജിൽ കാണും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരു മാറ്റം, പുതിയതായിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കുകയാണ്. അത് മാത്രമല്ല, ഇവിടെ നമ്മൾ കാണുന്നത് സ്ത്രീകളുടെ കുറച്ച് വ്യത്യാസം, അതേമാതിരി തന്നെ സിറ്റികളുടെ ഡെവലപ്മെന്റ് വന്നപ്പോൾ അവിടെ ഫാക്ടറികൾ ഉണ്ടാകുന്നു, ബിസിനസ് എന്റർപ്രൈസസ് ഉണ്ടാകുന്നു, ഒരു പുതിയ സിസ്റ്റം അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ ഒരു പുതിയ സിസ്റ്റം. കാരണം ഇവര് വിദേശികളുമായിട്ടുള്ള കോണ്ടാക്ട് കാരണം ആ സിസ്റ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാനും, ഇവിടത്തെ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള സിസ്റ്റങ്ങൾ മാറ്റി പുതിയത് കൊണ്ടുവരണം, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു മോഡേൺ സിസ്റ്റം കൊണ്ടുവരണം എന്നുള്ള ഒരു അഭിപ്രായത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളിവിടെ കൾച്ചറൽ ആയിട്ടുള്ള ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത്. കൾച്ചറൽ റെവല്യൂഷൻ എന്ന് വെച്ചാൽ കലാപരമായിട്ട് എല്ലാ വിധത്തിലും ഒരു പ്രോഗ്രസ് വരുന്നു, അല്ലെങ്കിൽ ഒരു വ്യത്യാസം വരുന്നു, പഴയതിൽ നിന്നും മാറ്റി ചിന്തിക്കുന്ന ഒരു തോന്നൽ 19ാം നൂറ്റാണ്ടിൽ. അത് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് വരുന്നത്. 1911 മുതൽ 1919 വരെയാണ് ആ പെർട്ടിക്കുലർ പീരീഡ്. ആ പീരീഡിൽ അല്ലെങ്കിൽ ആ കൺഫ്യൂഷ്യാനിസത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയും, അതേമാതിരി അവര് 2000 വർഷത്തോളം ഇതേ മതവിശ്വാസത്തിൽ ഇരുന്നവരെ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അവരെ മാറ്റാൻ ശ്രമിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നടക്കുന്നത്. അപ്പോ കൺഫ്യൂഷ്യാനിസത്തില് അവര് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു റിലീജിയസ് ബിലീഫ്സിലും, അല്ലെങ്കിൽ അവർ നമുക്ക് കാണാൻ പറ്റും അനാവശ്യമായിട്ടുള്ള ചില സൂപ്പർഫിഷ്യൽ ബിലീഫ്സ് ഒക്കെ ഉണ്ട്. അതാണ് അവരുടെ ചൈനീസിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള മതം എന്ന് പറയാം, അല്ലെങ്കിൽ വർഷങ്ങളോളമായിട്ട് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവര് വിശ്വസിച്ചിരുന്ന ഒരു സൊസൈറ്റി. ഈ സൊസൈറ്റിയില് റിലേഷൻഷിപ്പിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ആ റിലേഷൻഷിപ്പിനെ എവിടെയൊക്കെ
അല്ലെങ്കിൽ എവിടെയൊക്കെ വ്യത്യാസം വരുന്നോ അത് അവരുടെ സൊസൈറ്റീനെ അഫക്റ്റ് ആവുന്നുള്ള ഒരു തോന്നലുണ്ട്. കൺസർവേറ്റീവ് ആണ്. നമ്മൾക്ക് പറയാം ഇടുങ്ങിയ മനസ്സും ഓർത്തഡോക്സ് ആയിട്ടുള്ള റിലീജിയൻ ആയിരുന്നു. ആ റിലീജിയനിൽ നിന്ന് മാറിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കാണുന്നുണ്ട് ആ സമയത്ത് കാലഘട്ടങ്ങളിൽ നമ്മൾ ബുദ്ധിസം ഇന്ത്യയിൽ നിന്ന് ചൈനയിൽ എത്തുന്നു. അതേമാതിരി തന്നെ ക്രിസ്ത്യാനിറ്റി വരുന്നു. ആ ക്രിസ്ത്യാനിറ്റിയും അതായത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വിദേശ രാജ്യങ്ങളും രാജ്യത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം മൂലം അവിടുത്തെ ആ വ്യത്യാസങ്ങൾ അവരുടെ ദിനചര്യകളിൽ കാണുന്നു. അപ്പോൾ ഈ കൺഫ്യൂഷ്യാനിസം സമയത്തില് വെർച്യൂസിന്റെ ഏറ്റവും വലിയ എത്രത്തോളം പ്രിൻസിപ്പിൾസിനെ എങ്ങനെ കണ്ടുപോകാം, ആ കാലഘട്ടത്തിൽ അവര് വിചാരിച്ചിരുന്നത് കോസ്മിക് സിസ്റ്റം ഉണ്ട്. അതായത് കോസ്മിക് സിസ്റ്റം എന്ന് വെച്ചാൽ സെലസ്റ്റിയൽ അല്ലെങ്കിൽ ആകാശത്തിൽ ഉള്ള കോസ്മിക് സിസ്റ്റം. നമ്മൾ നക്ഷത്രങ്ങളെല്ലാം വരുന്നത് ആകാശത്തിലുള്ള സെലസ്റ്റിയൽ റൂളിൽ നിന്നാണ്. അപ്പൊ അതില് സൂര്യപുത്രൻ അല്ലെങ്കിൽ ഈശ്വരന്റെ മകൻ, അതാണ് ഈ ഡിവൈൻ അല്ലെങ്കിൽ കോസ്മിക് സിസ്റ്റത്തിൽ വിശ്വസിക്കുന്നത്. രാജാവിന് അധികാരം കിട്ടിയിട്ടുള്ളത് ദൈവത്തിൽ നിന്നാണ്. ആ ദൈവം ആകാശത്തിലുള്ള ദൈവത്തിൽ നിന്ന്, അങ്ങനെ ഒരു വിചാരമാണ്. ആ വിചാരത്തിൽ നിന്ന് അതുകൊണ്ട് അങ്ങേര് പറയുന്നത്, രാജാവ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുക, മോറലായിട്ട്. അതായത് അവിടുത്തെ രാജാവിന്റെ പ്രജകൾക്ക് മോറലായിട്ട് അക്ഷരം പ്രതി രാജാവ് എന്ത് പറയുന്നോ അത് കംപ്ലീറ്റ് ആയിട്ട് അനുസരിച്ച് പോയിരുന്നു. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വ്യത്യാസം വരുന്നു. ആ വ്യത്യാസം ഇവിടെ ഈ കാലഘട്ടത്തിൽ കൺഫ്യൂഷൻ സ്റ്റേറ്റസില് അല്ലെങ്കിൽ കൺഫ്യൂഷന്റെ കാലഘട്ടത്തിൽ എപ്പോഴും സ്ത്രീകളെ അവര് സബോർഡിനേറ്റ് ചെയ്യുക. അതായത് ആണുങ്ങളുടെ അടിമകളെ മാതിരിയാണ് സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്നിരുന്നത്. ഒരു കാരണവശാലും അവർക്ക് പുറത്തു പോകാൻ പറ്റില്ല. അവരുടെ റോൾ എന്താ, സ്ത്രീയുടെ റോൾ എന്താന്ന് വെച്ചാൽ ഭാര്യയായിട്ട് വീട്ടിലിരിക്കുക, അമ്മയായിട്ട് കുട്ടികളെ പ്രസവിക്കുക, കുട്ടികളെ വളർത്തിയെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. വേറെ പഠിക്കാൻ പോകാൻ പാടില്ല, പ്രോപ്പർട്ടി സ്വന്തമായിട്ട് വയ്ക്കാൻ പാടില്ല, വേറെ ഒരു വിധത്തിലും അവർക്ക് എന്താ പറയാ ഫ്രീഡം ഇല്ല, അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യമില്ല. അവർ ഇങ്ങനെ ഒരു ജെൻസിന്റെ അല്ലെങ്കിൽ മെയിൽ വേർഷന്റെ ഒരു സപ്പോർട്ടീവ് റോള് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സ്വന്തമായിട്ട് ഒന്നും പാടില്ല. ഇത് തന്നെ നമ്മൾ ഇന്ത്യൻ കൾച്ചറിലും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. സെയിം മാറ്റർ തന്നെയാണ്. കാലഘട്ടത്തിന്റെ വ്യത്യാസങ്ങളാണ് ഇതൊക്കെ. ഓരോ കാലഘട്ടത്തിൽ ആൾക്കാരുടെ ചിന്തകൾ വ്യത്യാസം വരും. ആ ചിന്ത അനുസരിച്ചിട്ട് നാട്ടുനടപ്പ് വ്യത്യാസം വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ ആ കാലഘട്ടങ്ങളിൽ എല്ലാ മതത്തിലും അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും ഇതേമാതിരി തന്നെ നടന്നു എന്ന് പറയാം. ഇതിന് ഇങ്ങനെ മാറി ഇതിന് ചിന്തിക്കാൻ തുടങ്ങി. അവരെ പതുക്കെ അവര് ചിന്തിക്കാൻ തുടങ്ങി. കൂടുതൽ ആൾക്കാരും പഠിപ്പില്ലാത്തവരാണ്, ഇല്ലിറ്ററേറ്റ് ആണ്. അപ്പൊ അവർക്ക് മാസീവായിട്ട് അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർ എലൈറ്റ് ആയിട്ടുള്ള വലിയ രാജകുടുംബത്തിലുള്ളവരായിരിക്കും പഠിച്ചിട്ടില്ല. സ്കോളറായിട്ട് ഒഫീഷ്യലായിട്ട് വരുന്നത് രാജകുടുംബങ്ങളിലുള്ളവരും പുറത്തു പോയി പഠിക്കാൻ പറ്റുന്നവരും കൂടാണ്ട് ക്ലാസിക്സ് എഴുതിയിട്ടുള്ള ആ ക്ലാസിക്സ് മാത്രം പഠിച്ചിട്ടുള്ളവരും, അങ്ങനെ ബുദ്ധിപരമായി വളരെ കുറച്ച് ആൾക്കാരെ പഠിച്ചിട്ടുള്ളൂ. ഈ സമയത്ത് ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതണം. അതായത് ജോലിയിൽ കയറണമെങ്കിൽ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതണം എന്നുള്ള ചൈനയാണ് ആദ്യമായിട്ട് ഇത് കൊണ്ടുവരുന്നത്. ആ സിസ്റ്റത്തിൽ കൂടെ സിവിൽ സർവീസ് എക്സാമിനേഷന് കയറണം കൂടി അത് ലാംഗ്വേജ്, റിട്ടൺ ലാംഗ്വേജ് ക്ലാസിക്കൽ ചൈനീസ് ആയിരിക്കണം. അത് പഠിച്ചിരിക്കണം. ആ ലാംഗ്വേജ്, ആ ക്ലാസിക്കൽ ലാംഗ്വേജ് പഠിച്ചിരിക്കണം. അത് മാത്രമല്ല ഇവർ സാധാരണ സംസാരിക്കാറുള്ള ലാംഗ്വേജ് ബൈഹുവ എന്നാ പറയാ, സ്പോക്കൺ ലാംഗ്വേജ്. ഈ ലാംഗ്വേജിനെ മാസ്റ്ററി ചെയ്യണമെങ്കിൽ വർഷങ്ങളോളം പഠിക്കേണ്ടി വരുന്നു. അപ്പോൾ അതെന്താ പറ്റുന്നത്, അങ്ങനെ വർഷങ്ങളോളം പഠിച്ചാൽ മാത്രമേ ആ ലാംഗ്വേജിൽ നിങ്ങൾക്ക് നല്ല ഒരു ഹോൾഡ് കിട്ടുള്ളൂ എന്ന് മനസ്സിലായതുകൊണ്ട് അധികം ആൾക്കാരും പഠിക്കാറില്ല. പിന്നത്തെ കാര്യം, കൂടുതലായിട്ട് നമ്മൾ ചൈനയിൽ കാണുന്നത് കർഷക ജീവിതമാണ്.
അപ്പോൾ കർഷക ജീവിതം എന്ന് വെച്ചാൽ പഠിപ്പിന്റെ ആവശ്യമില്ല. അവര് സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഈ കൃഷിക്ക് ആവശ്യമുള്ള വെള്ളമുണ്ട്, ലാൻഡ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ നെസസിറ്റി ഇല്ലാണ്ട് വരുന്നതുകൊണ്ടും പഠിക്കാനുള്ള താല്പര്യക്കുറവുകൊണ്ടും ഈ കർഷക കുടുംബത്തിൽ ജനിച്ചുകൊണ്ടും അവരുടെ ധനപരമായും അവർ പിന്നോക്കമായിരിക്കും. സൊസൈറ്റിയുടെ അപ്പർ ക്ലാസ്സിൽ അല്ലാത്തത് കൊണ്ടും അവർക്ക് പഠിപ്പിനോട് വലിയ താല്പര്യമില്ലാത്ത വിധത്തിലും അതിന്റെ ആവശ്യമില്ല എന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിന് ശേഷം, അതായത് 1911 റെവല്യൂഷന് ശേഷം പുതിയതായിട്ട് ഉള്ള ഈ സിസ്റ്റം എന്താന്ന് വെച്ചാൽ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിലേക്കോ എല്ലാം ഒരു നല്ലൊരു ഗ്രൂപ്പിനെ കൊണ്ടുവരണം എന്നുള്ള ഒരു തോന്നലും. അപ്പൊ ബാക്ക്വേർഡും സോഷ്യലി പൊളിറ്റിക്കലി എല്ലാം ബാക്ക്വേർഡ് ആയിരുന്ന ചൈനയെ മുന്നേക്ക് കൊണ്ടുവരാൻ മുൻപ് എന്താ കുറച്ചുകൂടെ വലിയ മറ്റ് രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങൾക്കൊപ്പം നിർത്താൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുക, ഒരു ജനറലായിട്ട് ഒരു ചൈന നേഷനെ ഒരു പഠിപ്പിച്ച് അല്ലെങ്കിൽ പഠിപ്പിക്കണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുന്നു. അതിൽ ആദ്യമായിട്ട് നമുക്ക് തോന്നുന്നത് അവർക്ക് നാഷണലിസം, അതായത് സ്വന്തം രാജ്യത്തിനോടുള്ള സ്നേഹത്തിന്റെ ഒരു പഠിപ്പിക്കല്. പിന്നെ ഡെമോക്രസി എന്താണ്, ജനാധിപത്യം എന്താണ്, ലിബറലിസം എന്താണ്, സയൻസ് എന്താണ്, സോഷ്യലിസം എന്താണ്, കമ്മ്യൂണിസം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ റവല്യൂഷൻ ടൈമിൽ ഒരു ഇന്റലക്ച്വൽ ബുദ്ധിപരമായ ഒരു സെറ്റപ്പ് എൻവയറമെന്റ് ഉണ്ടാക്കി വരികയും അങ്ങനെ വന്നതിന് ശേഷം ഈ സൂപ്പർവിഷ്യൽ ആയിട്ടുള്ള സോഷ്യൽ ഫോർമേഷനിൽ കൂടെ ഒരു വളരെ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നു. വളരെ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് കോസ്മോളജി എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ രാജാവിന്റെ മകൻ എന്ന് വിശ്വസിച്ചിരുന്നത് പോകും. മിലിറ്ററി പവറാണ് കൂടുതൽ വേണ്ടതെന്ന് മനസ്സിലാക്കുന്നു. മോറൽ അതോറിറ്റിയാണ് കൂടുതൽ വേണ്ടതെന്ന് മനസ്സിലാക്കുന്നു. ഇൻസെക്യൂരിറ്റി, ലോക്കൽ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ളവർക്ക് പവറും പണവും ആദ്യം ഉണ്ടായാൽ അതിന് നമുക്ക് ഇമ്പോർട്ടൻസ് കാണാം. അതേമാതിരി തന്നെ റിപ്പബ്ലിക്കൻ ഫോമിൽ എങ്ങനെ വരണം എന്നുള്ളതിന്റെ ഇതൊക്കെ ഒരു ജനറലായിട്ട് ഈ സിസ്റ്റത്തിൽ, അതായത് 1911 ശേഷം ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഈ സിവിൽ എക്സാമിനേഷൻ, ഈ എക്സാമിനേഷന്റെയും ഒരു വ്യത്യാസം കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ എന്തിനാ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒബ്ജക്റ്റീവ് എന്താന്ന് വെച്ചാൽ സൊസൈറ്റീനെ മുന്നിലേക്ക് കൊണ്ടുവരിക. ആ പെർസെപ്ഷനിൽ വേണ്ടിയിട്ട് ആ സൊസൈറ്റീനെ, ചൈനീസ് ആൾക്കാരെ അല്ലെങ്കിൽ ചൈനക്കാരെ കുറച്ചുകൂടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവരുടെ ആ ഒബ്ജക്റ്റ്. ഇങ്ങനെ കൊണ്ടുവരാനുള്ള വ്യത്യാസങ്ങൾ, ദിനചര്യയിൽ കൊണ്ടുവരാനുള്ള വ്യത്യാസങ്ങൾ. ഇതില് വളരെ കാര്യമായിട്ട് വളരെ ഫിലോസഫേഴ്സ് ഉണ്ട്. ഈ ഫിലോസഫേഴ്സിന്റെ ഐഡിയാസ് പ്രകാരമാണ് ഇത് സ്പ്രെഡ് ആവുന്നത് സൊസൈറ്റിയിൽ. റിപ്പബ്ലിക്കൻ റവല്യൂഷൻ മതി കൊണ്ടുവരികയാണ് യൻ ഫോ ആൻഡ് യാങ് കാങ് മോയ്, ഇവരാണ്. ലിയാങ് കൊച്ചോ എന്താ പറയാ, ഡെമോക്രസി, മൊണാർക്കിയുടെ ഒരു റിവേഴ്സബിലിറ്റിയാണ് കൊണ്ടുവരുന്നത്. അപ്പോ യാൻ ഷുക്കൂന്റെ റെഫർമേഷൻ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ ഡിക്റ്റേറ്റർഷിപ്പ് മോഡേണൈസേഷൻ ചെയ്യണതിനുള്ള തുടക്കമായിട്ട് അങ്ങനെ കൊണ്ടുവരുന്നു. ആ തറോലായിട്ട് എന്താ എലിമെന്ററി ഗ്രൗണ്ടില് അല്ലെങ്കിൽ ഏറ്റവും താഴ്ത്തട്ടിൽ നിന്ന് അവര് പൊക്കിക്കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പൊ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് 3 വിധത്തിൽ ആലോചിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിക്കൊടുക്കുക. ആദ്യമേ ഞാൻ പറഞ്ഞു കൾച്ചറൽ നാഷണലിസം കൊണ്ടുവരിക. പിന്നെ പറഞ്ഞു കൺഫ്യൂഷ്യൻ തിയറി, റിലീജിയന്റെ അഡ്വക്കേഷൻ കൊണ്ടുവരിക. പിന്നെ അടുത്തതായിട്ട് ഡിസഇന്റഗ്രേഷൻ കൊണ്ടുവരിക. അപ്പൊ ഇങ്ങനെ ഒരു വ്യത്യാസങ്ങൾ കൊണ്ടുവന്ന് രാജ്യത്തിന്റെ റിലീജിയൻ അല്ലെങ്കിൽ മതം വ്യത്യാസത്തിൽ പാട്രിയാർക്കൽ ഫോമിൽ നിന്ന് ഒരു മിലിറ്ററി ഭരണഘടനയെ മാറ്റി വരികയാണ്. പാട്രിയാർക്കൽ എന്ന് വെച്ചാൽ റിലേറ്റഡ് വിത്ത് ദ മെയിൽ, ഒരു മെയിൽ ഡോമിനേഷൻ അല്ലെങ്കിൽ ഭരണം ആണുങ്ങളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ഫാദറിനെയോ അല്ലെങ്കിൽ അങ്ങനെ ആ
മെയിൽ ഡോമിനേഷൻ കുറയ്ക്കുക, അതിനെയാണ് പാട്രിയാർക്കൽ എന്ന് പറയാ. അതിൽ നിന്ന് മാറി ചിന്തിച്ച് ഒരു മിലിറ്ററി സ്റ്റേജിലേക്ക് കൊണ്ടുവരാനുള്ള ബദ്ധപ്പാടാണ് അവർ ചെയ്യുന്നത്. ഇത് കൂടാണ്ട് റെസ്പോൺസീവായിട്ട് നമുക്ക് നോക്കാൻ പറ്റും റവല്യൂഷണറീസ്, വിപ്ലവകാരികൾ. ഈ വിപ്ലവകാരികളുടെ ഐഡിയയും അതേസമയം നമ്മൾ കണ്ടിട്ടുണ്ട് സൺയാറ്റ്സൺ. ഇത് പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, സൺയാറ്റ്സണിന്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ സന്യാസന്റെ പവർ ആക്റ്റീവായിട്ട് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങേരുടെ അഭിപ്രായങ്ങളും അധികാരങ്ങളായിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുക്കുകയും നാഷണലിസം അല്ലെങ്കിൽ എൻ്റെ സ്വന്തം രാജ്യം എന്നുള്ളതിന് ആ മഞ്ജൂയിസം എന്ന് പറയാം, അങ്ങനെ കൊണ്ടുവരുന്നു. പിന്നെ അവര് അതിനെ ഈ പുറത്തുള്ളവരോട്, അതായത് വിദേശികളെ മാറ്റണം എന്നുള്ള ഒരു തോന്നലിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഈ കൾച്ചറലായിട്ട് അവർ കൊണ്ടുവരുന്നതിന് ശേഷം അവർ ചെയ്യുന്നത് ഇത് ഈ കൾച്ചറൽ ട്രഡീഷനോ അല്ലെങ്കിൽ ലിറ്ററേച്ചറോ ട്രഡീഷണൽ സബ്ജക്ട്സ് ഒക്കെ പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പ് എന്നുള്ള ലെവലിൽ വരികയും ലിംഗ്വിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ലാംഗ്വേജും ലിറ്ററേച്ചറും ലിറ്റററി റവല്യൂഷൻസ് നമ്മളെ May 4th റവല്യൂഷൻ പീരീഡിൽ പിടിച്ചായിരുന്നു. അപ്പൊ ഇതിൽ കൂടുതലായിട്ട് അവര് ഫോക്കസ് ചെയ്യുന്നത് സ്റ്റുഡൻസിനെയാണ്. അപ്പൊ സ്റ്റുഡൻസിനെ പുറത്തു പോയി പഠിക്കുക, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദേശ പഠനം, അതേമാതിരി ജപ്പാനിൽ പോയി പഠിക്കുക. ജപ്പാനിൽ പോയി പഠിക്കുമ്പോഴാണ് അവിടെ പഠിക്കുന്ന കുട്ടികൾ മീജി റെസ്റ്റോറേഷൻ, ജപ്പാനിൽ നടന്ന മീജി റെസ്റ്റോറേഷൻ കാണുകയും സയൻസിനെ പറ്റിയും ടെക്നോളജിനെ പറ്റിയും കൂടുതലായിട്ട് അറിയുകയും. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ആ യൂത്ത് അല്ലെങ്കിൽ ആ യുവ തലമുറയ്ക്ക് പൊളിറ്റിക്കലി ഒരു കോൺഷ്യസ്നെസ് വരുന്നു, സോഷ്യലി അവർക്ക് ഒരു അറിവ് നേടുന്നു. അതിന്റെ ആ അറിവിൽ കൂടെ പ്രോഗ്രസീവായിട്ട് മുന്നിലേക്ക് നമ്മൾ മറ്റു രാജ്യങ്ങൾമാരി ഒപ്പം എത്തണം എന്നുള്ള ആ നിലയിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 21 ഡിമാൻഡ് അവർ വെക്കുന്നുണ്ട്. 21 ഡിമാൻഡ്സ്, 21 ഡിമാൻഡ്സ് എന്നാണ് അതിന്റെ പേര്. ആ 21 ഡിമാൻഡ്സിൽ കൂടെ അവരുടെ ആവശ്യങ്ങൾ അവര് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റുഡൻസിന്റെ മനസ്സിൽ, കാരണം പുറത്ത് വിദേശത്ത് പോയി പഠിക്കുന്ന ചൈനീസ് സ്റ്റുഡൻസ് പെട്ടെന്നാണ് ഇതിന്റെ ഈ സ്വന്തം രാജ്യത്തിനെ പറ്റിയും രാജ്യത്തിന്റെ യൂണിഫൈങ് നേച്ചർ അല്ലെങ്കിൽ ഒരുമയെ പറ്റിയൊക്കെ മനസ്സിലാക്കുകയും അതേമാതിരി തന്നെ വിദേശികളെ നമ്മുടെ നാട്ടിൽ നിന്ന് ഓടിക്കണമെന്ന് മനസ്സിലാക്കുകയും അതിനു വേണ്ടിയിട്ട് അവർ ചെറിയ നമ്പറിൽ ചെറിയ ഗ്രൂപ്പായിട്ട് നെഗറ്റീവ് വിദേശ നയത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് എല്ലാം ചെറിയ ഗ്രൂപ്പായിട്ട് അവർ എതിർക്കാൻ തുടങ്ങി. ആ എതിർത്ത് വരുമ്പോൾ പെക്കിംഗ് യൂണിവേഴ്സിറ്റിയിലും അതേമാതിരി ബാക്കിയുള്ള സ്ഥലങ്ങളും ഒക്കെ ലിറ്റററി അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഗ്രൂപ്പ്സ് ഉണ്ടാക്കുകയാണ്. ഈ ഗ്രൂപ്പ്സ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയില് ഇതിന്റെ ഈ ഫാക്കൽറ്റികളായിട്ട് വരുന്നവര് സീനിയർ സിവിൽ സർവീസിലുള്ളവരും സ്റ്റുഡൻസ് പുറം രാജ്യങ്ങളിൽ പോയി പഠിച്ചിട്ടുള്ള വലിയ പണക്കാര കുടുംബത്തിലുള്ള കുട്ടികളും അതേമാതിരി തന്നെ സിവിൽ സർവീസ് പഠിച്ച് പാസ്സാകാൻ പറ്റുന്ന കുട്ടികളും ഇവരൊക്കെ കൂടെ ഒരു അക്കാഡമിക് ആയിട്ട്, അതായത് പഠന വിഷയത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരെ ഫാക്കൽറ്റികളെ കൊണ്ടിരിക്കുകയും അവരെ കൊണ്ട് പഠിപ്പിക്കുകയും അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അക്കാഡമിക്സിലേക്ക് അവർ കുറച്ചുകൂടെ താല്പര്യം കാണിക്കാൻ തുടങ്ങി എന്നുള്ള. ഇതിന് അവരൊരു സ്മോൾ ഗ്രൂപ്പ് പെക്കിംഗ് യൂണിവേഴ്സിറ്റിയിലെ ബീഡ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അത് ഉണ്ടാക്കിയെടുത്തത് കായ് ഹുപായ് എന്ന് പറയും. ഇവർക്ക് ഈ കായ് വന്നിട്ട് ഫ്രാൻസിലും ജർമ്മനിയിലും പഠിച്ചിട്ടുള്ള ആളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ സിവിൽ സർവീസ് എക്സാമിനേഷൻ പാസ്സായ ആളാണ്. മോറോവർ രണ്ട് കൾച്ചറും, ഇവിടുത്തെ കൾച്ചറും ചൈനീസ് കൾച്ചറും വെസ്റ്റേൺ കൾച്ചറും ജർമ്മനിയിലും ഫ്രാൻസിലൊക്കെ ആയതുകൊണ്ട് ആ രണ്ട് കൾച്ചറും മനസ്സിലാക്കിയ മനുഷ്യനാണ്. അപ്പോൾ പുള്ളി എന്താ ചെയ്യണേ, സിവിൽ സർവീസ് വിട്ടിട്ട് റിസൈൻ ചെയ്തിട്ട് ഒരു റവല്യൂഷണറി ഈ വിപ്ലവകാരികളുടെ കൂടെ, അതായത് സന്യാസന്റെ കൂടെ ജോയിൻ ചെയ്തു 1912. അതിനുശേഷം പുള്ളി അത് കണ്ടിന്യൂ ചെയ്യാണ്. ഈ പെക്കിംഗ് ഗവൺമെന്റിന് ചാൻസലറായിട്ട് യൂണിവേഴ്സിറ്റിയിൽ ചാൻസലറായിട്ട് വരികയും അവിടുത്തെ ആ
ചാൻസലർ, യൂണിവേഴ്സിറ്റീൻ്റെ ചാൻസലർ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവലാണ്, ഏറ്റവും വലിയ പൊസിഷനാണ്. അവിടെ ആയിക്കഴിഞ്ഞ ശേഷം യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് ചേഞ്ചസ്. പക്ക എഡ്യൂക്കേഷനിസ്റ്റാണ്. ആ പക്ക എഡ്യൂക്കേഷനിസ്റ്റ് ആയതുകൊണ്ട് ആ യൂണിവേഴ്സിറ്റീനെ ഏത് വിധത്തിൽ നന്നാക്കണമെന്ന് അങ്ങേർക്കറിയാം. അപ്പൊ ആ അങ്ങേരുടെ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലെ ചേഞ്ചസ് കൊണ്ടുവന്നപ്പോൾ നമ്മൾ അങ്ങേരെ വിളിക്കുന്നത്, കായിനെ വിളിക്കുന്നത് ഫാദർ ഓഫ് ചൈനീസ് റൊണൈസൻസ് എന്നാണ്. അതിന് തുടക്കം കുറിച്ച ആളാണ്. ഇതിൽ എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് അങ്ങേര് ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ സ്കോളേഴ്സിനെയും, വലിയ വലിയ പഠിപ്പുള്ള എല്ലാ സ്കോളേഴ്സിനെയും ഫാക്കൽറ്റിയായി പഠിപ്പിക്കുന്ന ആൾക്കാരായി, ടീച്ചേഴ്സായി അപ്പോയിന്റ് ചെയ്തു. ഒരു അക്കാഡമിക് ഗവൺമെന്റ് ഫ്രീഡം, ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് ഇതിൽ വരാൻ പാടില്ല, ഗവൺമെന്റിന്റെ പ്രഷർ വരാൻ പാടില്ല. യൂണിവേഴ്സിറ്റിയിൽ ഒരു കാരണവശാലും ഗവൺമെന്റ് കൈകടത്താൻ പാടില്ല. ഫ്രീ ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. പിന്നെ ഡിബേറ്റ്, ചർച്ചകൾ നടത്തുക. ഈ ചർച്ചകൾ നടത്തുമ്പോൾ സ്റ്റുഡൻസും ടീച്ചേഴ്സും ഈക്വലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചർച്ചകൾ നടത്തുക. അപ്പം അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ യൂണിവേഴ്സിറ്റീൻ്റെ അക്കാഡമിക് പെർഫോമൻസ്, അക്കാഡമിക് എന്ന് വെച്ചാൽ പഠിപ്പ് വിഷയമായിട്ടുള്ള പെർഫോമൻസ് വലുതാവുകയും പുറം ലോകങ്ങളിൽ അറിയപ്പെടുകയും, അങ്ങനെ ആ ചൈനയുടെ മോഡേണൈസേഷൻ തുടങ്ങി വെച്ച മോഡേണൈസേഷൻ ഈ യൂത്ത് മൂവ്മെന്റ്, അതായത് May 4th മൂവ്മെന്റ് ഒരു യങ് ആയിട്ടുള്ള മനസ്സാണ്. കാരണം അവിടുത്തെ പ്രൊഫസേഴ്സ് ഒക്കെ 30 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ യങ് മൈൻഡിൽ എപ്പോഴും ചേഞ്ചിനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് കാര്യം. അപ്പോൾ അങ്ങനെ ഈ പെക്കിംഗ് യൂണിവേഴ്സിറ്റിയിൽ ഈ കൾച്ചറൽ മൂവ്മെന്റ് കൊണ്ടുവരികയും, ആ കൾച്ചറൽ മൂവ്മെന്റ് ഈ ജേർണൽസ് എഴുതുക, അതായത് ചെറിയ ചെറിയ പുസ്തകങ്ങളാക്കി എഴുതുക, അതിൽ വഴി റൈറ്റിംഗ് ജേർണൽസ് വഴിയും ഇതിനെ സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു. ഇനി പുതിയ തലമുറ എന്താ ചെയ്തതെന്ന് നോക്കാം. പുതിയ തലമുറ ഈ വന്നിട്ടുള്ള പരിണാമങ്ങൾ കാരണം അതേമാതിരി പബ്ലിക്കേഷൻസ്, പുസ്തകങ്ങൾ ഇറക്കുകയും ആ പുസ്തകങ്ങൾ വഴി വായിച്ച് മനസ്സിലാക്കി ഭയങ്കരമായ ട്രാൻസ്ഫർമേഷൻ ആണ് വരുന്നത്. ലിറ്റററി റെവല്യൂഷൻ എന്ന് പറയും നമ്മൾ. അവർ വായിച്ച് അവർ വ്യത്യാസപ്പെടുകയാണ്. ആ വ്യത്യാസം അതിന് പബ്ലിക് അവരുടെ ഇമ്പോർട്ടൻസ് കിട്ടുന്നു. അപ്പോൾ ഹ്യൂചി എന്ന് പറഞ്ഞ ഒരു പ്രപ്പോസ് ചെയ്യും, എല്ലാ റൈറ്റിങ്സും ഏത് ലാംഗ്വേജിൽ, സംസാരിക്കുന്ന ലാംഗ്വേജിൽ എഴുതാം എന്നുള്ള ഒരു പ്രപ്പോസലാണ് യൂണിവേഴ്സിറ്റിയിൽ വെക്കുന്നത്. ക്ലാസിക്കൽ ആയിട്ടുള്ള ചൈനീസ് ലാംഗ്വേജ് വേണ്ട, മാൻഡറിൻ വേണ്ട. ക്ലാസിക്കൽ ലാംഗ്വേജ് ഡിഫിക്കൽട്ടാണ്, കാരണം അത് പഠിക്കാനും മാസ്റ്റർ ആവാനും ഒരുപാട് സമയമെടുക്കും. അത് വേണ്ട. സാധാരണക്കാരായ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയിൽ പുസ്തകങ്ങൾ എഴുതുക. അപ്പൊ എന്ത് പറ്റും, ഈ സാധാരണ ഭാഷയിൽ പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ആ വായിച്ച് മനസ്സിലാക്കുമ്പോൾ അയാൾക്ക് അവിടെ സോഷ്യലി അല്ലെങ്കിൽ കൾച്ചറലി ഒരു വ്യത്യാസം വരും. ഈ ലിറ്ററേച്ചർ മുഖാന്തരം അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ആൾക്കാരുടെ ജീവിതത്തിനെ പറ്റി പരാമർശിച്ച് എഴുതാൻ പറ്റും. ലിറ്റററി എന്ന് വെച്ചാൽ ഇവരുടെ ചേഞ്ചസ് ഏതൊക്കെയാണ്, പുതിയ വ്യത്യാസങ്ങൾ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ളത്, നമ്മുടെ കെയറിൽ വന്നിട്ട്, ഇതെല്ലാം അവർക്ക് വളരെ സൗകര്യപ്രദമായിട്ട് വായിച്ച് മനസ്സിലാക്കാനും. അങ്ങനെ വന്നപ്പോൾ ആ പുസ്തകങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾക്ക് ഭയങ്കര പോപ്പുലാരിറ്റി. ഈ പോപ്പുലാരിറ്റി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഹുയിഞ്ചിന്റെ ഐഡിയാസ് എല്ലാ ദിവസവും പെർഫെക്റ്റ് ഇന്റലക്ച്വൽ എൻവയറമെന്റ് ആണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബുദ്ധിപരമായ ഒരു വികാസം ആൾക്കാർക്ക് കിട്ടുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ 1920 എല്ലാ റൈറ്റേഴ്സും, എല്ലാ എഴുത്തുകാരും കൂടുതലായിട്ടും വെർണാക്കുലർ ലാംഗ്വേജ്, അതായത് സംസാരിക്കുന്ന ഭാഷേനെയാണ് വെർണാക്കുലർ ലാംഗ്വേജ് എന്ന് പറയുക, അതിൽ കൂടെ എഴുതിയനും. അപ്പൊ അതിൽ കൂടി എഴുതി വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ സൗകര്യമായിട്ട് മനസ്സിലാക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റും. ഇപ്പൊ ഇങ്ങനെ ഈ പബ്ലിഷ് ചെയ്ത് വരുമ്പോൾ എന്താ പറ്റുന്ന വെച്ചാൽ, മാഗസിൻ 1915 ഷാൻഘായില് പുതിയതായിട്ടുള്ള എഡിറ്റർ എൻഡോസ് ചെയ്ത് പുതിയൊരു പബ്ലിഷ് ചെയ്യാണ് ചെൻ ഡിക്കോഷോ. ഇതില് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു എഡിറ്റോറിയൽ കമ്മിറ്റി ഉണ്ടാക്കി
ആ കമ്മിറ്റി വളരെ മതപരമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് സോഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തു. ഈ പബ്ലിക്കേഷൻസ് എല്ലാം വളരെ ഹാർഷായിട്ട് നോക്കുകയും ഇതിൽ കൂടെ അവര് അവരുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് എന്താ പറ്റിയ വെച്ചാൽ അത് പത്രസ്വാതന്ത്ര്യം എന്ന് പറയാലോ. ഈ ജേർണലിസ്റ്റിന്റെ സ്വാതന്ത്ര്യത്തിനാണ് പത്രസ്വാതന്ത്ര്യം പറയാ. അങ്ങനെ വന്നപ്പോൾ അവര് ക്രിട്ടിസൈസ് ചെയ്യും ഗവൺമെന്റിന്. ക്രിട്ടിസൈസ് ചെയ്തപ്പോൾ ഈ ജേർണൽസിന് അങ്ങനെ പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്നൊരു സസ്പെൻഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവര് സ്റ്റുഡൻസിന്റെ ഇടയിൽ ഈ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള എഡിറ്റോറിയൽ പ്രൊനൗൺസ്മെന്റ് അവരുടെ ചിന്തകളെ അഫക്റ്റ് ചെയ്യും. ആ ചിന്തകളിൽ ജേർണലിസത്തിൽ കൂടെ അവര് ഒരു വിപ്ലവ സൗണ്ട് അല്ലെങ്കിൽ വിപ്ലവത്തിന്റെ വിത്ത് വിതയ്ക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയും വരുന്നു. അപ്പൊ ഈ അതിന് ചെൻ വന്നിട്ട് 6 പ്രിൻസിപ്പിൾസ് കൊണ്ടുവരുന്നുണ്ട്. അന്ന് ആദ്യത്തേത് എന്താ വെച്ചാല് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആലോചിക്കുക, ആർക്കും അടങ്ങി കൊടുക്കണ്ട, അല്ലെങ്കിൽ പ്രോഗ്രസീവായിട്ട് പോവുക, കൺസർവേറ്റീവ് ആയിട്ട് ഇരിക്കാണ്ടിരിക്കുക, ഔട്ട് സ്പോക്കൺ ആയിട്ട് എന്ത് മനസ്സിൽ തോന്നുന്നത് പുറത്ത് പറയുക, അതാണ് ഔട്ട് സ്പോക്കൺ എന്ന് പറയാ. അങ്ങനെ പറയാൻ പഠിക്കണം, കോസ്മോപൊളിറ്റൻ ആയിട്ട് ഇരിക്കണം, പ്രാക്ടിക്കലി തിങ്കിങ് ചെയ്യണം, സയന്റിഫിക് ആയിട്ട് ആലോചിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞ് ആൾക്കാരെ പ്രബുദ്ധരാക്കി കൊണ്ടുപോവാണ്. അപ്പോൾ ഈ ചൈനയുടെ യൂത്ത്, അതായത് യങ് ബ്ലഡ് ആണ്. അപ്പൊ ഭയങ്കര സ്ട്രോങ് ആയിട്ട് റിയാക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ അവരെ പ്രോഗ്രസീവായിട്ടും സയന്റിഫിക് ആയിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടും വന്നു തുടങ്ങിയപ്പോൾ പുതിയ സ്കൂൾസ് ഒക്കെ തുടങ്ങുകയും ഈ പുതിയ സ്കൂളുകളിൽ സ്ത്രീകൾക്ക് അത് ആദ്യ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് പഠിപ്പിക്കാൻ പാടില്ല. ആ പുതിയ സ്കൂളുകളിൽ